ഹലോ, IRCTCയിൽ ഒരു അടിപൊളി അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇനി മുതൽ ജെട്ടി പാസും ഷിപ്പ് പാസും ഒന്നും എടുക്കാൻ പോർട്ട് ഓഫീസിൽ പോയി ID കാർഡ് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോണിൽ തന്നെ വളരെ ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. കൂടാതെ IRCTCക്ക് ഒരു അബദ്ധം കൂടി പറ്റിയിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം. ഓക്കെ, ആദ്യം ജെട്ടി പാസ് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി അക്കൗണ്ട് ലോഗിൻ ചെയ്ത ശേഷം വലതുവശത്തുള്ള 3 വരെയുള്ള ഭാഗം ടച്ച് ചെയ്യുമ്പോൾ അടുത്ത പേജിൽ ഏറ്റവും താഴെയായി ജെട്ടി പാസ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യുമ്പോൾ അടുത്ത പേജിൽ ആദ്യം പോർട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം യൂസർ ഇൻഫർമേഷൻ എന്നുള്ളതിന് നേരെ താഴെ നിങ്ങളുടെ പേര് എൻ്റർ ചെയ്യുക. അതിന് താഴെ വയസ്സ് കൊടുക്കുക. അതിന് താഴെ ജെൻഡർ സെലക്ട് ചെയ്യുക. ഏത് ഡേറ്റിലേക്കാണ് നിങ്ങൾക്ക് ജെട്ടി പാസ് വേണ്ടത് ആ ഡേറ്റ് സെലക്ട് ചെയ്യുക. അതിന് താഴെ ഫോൺ നമ്പർ കൂടി എൻ്റർ ചെയ്ത് ബുക്ക് ടിക്കറ്റ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് പേയ്മെൻറ്റ് പൂർത്തിയാക്കുമ്പോൾ നിങ്ങളുടെ ജെട്ടി പാസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അടുത്തതായി ഷിപ്പ് പാസ് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി വീണ്ടും വലതുവശത്തുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് താഴെ ഷിപ്പ് പാസ് എന്ന് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അടുത്ത പേജിൽ PNR വെരിഫിക്കേഷൻ എന്ന് കാണുന്ന സ്ഥലത്ത് നിങ്ങൾ ആരെ റിസീവ് ചെയ്യാൻ വേണ്ടിയാണോ കപ്പലിലേക്ക് പോകുന്നത് അയാളുടെ ടിക്കറ്റിന്റെ PNR നമ്പറാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. PNR നമ്പർ അറിയുന്നതിന് വേണ്ടി ടിക്കറ്റ് എടുത്തയാളുടെ IDയിൽ നിന്നും ലോഗിൻ ചെയ്ത് മൈ ബുക്കിംഗ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഈ കാണുന്നതാണ് PNR നമ്പർ. PNR നമ്പർ എൻ്റർ ചെയ്ത ശേഷം താഴെ വന്ന് വിസിറ്റേഴ്സ് എന്നുള്ള ഭാഗത്ത് ഏതെങ്കിലും പേരടിക്കാൻ പറ്റില്ല. നിങ്ങളുടെ പാസഞ്ചർ ലിസ്റ്റിലുള്ള ആൾക്ക് മാത്രമേ കപ്പലിലേക്ക് നിങ്ങളെ റിസീവ് ചെയ്യാൻ വരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ പാസഞ്ചർ ലിസ്റ്റിലുള്ള ഏതെങ്കിലും ഒരാളുടെ പേര് അതിൽ ആഡ് ചെയ്ത ശേഷം ബുക്ക് ടിക്കറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് പേയ്മെൻറ്റ് പൂർത്തിയാക്കുമ്പോൾ നിങ്ങളുടെ ഷിപ്പ് പാസ് ലഭിക്കും. ഇനി ഇതിലെ അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഷിപ്പ് പാസ് എടുത്തയാൾക്ക് നിങ്ങളെ കയറ്റാൻ മാത്രമേ കൂടെ വരാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളെ ഇറക്കാൻ കപ്പലിലേക്ക് വരാൻ സാധിക്കില്ല. കാരണം നിങ്ങൾ കയറുന്ന പോർട്ടിൽ നിന്നും മാത്രമേ കൂടെയുള്ള ആൾക്ക് ഷിപ്പ് പാസ് ലഭിക്കുകയുള്ളൂ. കാരണം ഇതിൽ പാസഞ്ചർ ബോർഡിംഗ് പോർട്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഷിപ്പ് പാസ് എടുക്കുന്ന സമയത്ത് ആക്റ്റീവ് ആവും. അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ പോർട്ടൊന്നും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. എന്തായാലും IRCTC പുതിയൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കണ്ട. ബൈ.